ഹലോ ഹായ് നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡൽഹി മദ്യനയവും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും. ഡൽഹിയിലെ പുതിയ മദ്യനയം ടൂറിസം ലാൻഡ്സ്കേപ്പിൽ ഒരു സ്ഥാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രാഥമിക വ്യവസ്ഥയാണ് മദ്യത്തിന്റെ ലഭ്യത. ദയനീയമായിരുന്നു ഡൽഹിയിലെ മദ്യശാലകളുടെ അവസ്ഥ. ഡൽഹിയിൽ പിന്തുടരുന്ന പഴയ മദ്യനയത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പഴയ മദ്യനയം അനുസരിച്ച് ഭൂരിഭാഗം മദ്യഷാപ്പുകളും സർക്കാർ ഔട്ട്ലെറ്റുകളാണ് നടത്തിയിരുന്നത്. അവ പൂർണ്ണമായും വൃത്തിഹീനവും തിരക്കേറിയതും ഇടുങ്ങിയുമായ സ്ഥലങ്ങളിലായിരുന്നു. പെട്രോൾ പോലെ മദ്യത്തിന് മേൽ GST ഈടാക്കാത്തതിനാൽ വിൽക്കുന്ന ഓരോ കുപ്പിയിലും വാറ്റും നിർമ്മിക്കുന്ന ഓരോ കുപ്പിയുടെയും എക്സൈസും സംസ്ഥാനങ്ങൾക്ക് നേരിട്ടുള്ള വരുമാനം മാത്രമാണ്. എന്നാൽ നിർമ്മാതാക്കളും വിതരണക്കാരും റീറ്റെയിലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് ചില്ലറ വ്യാപാരികളും തമ്മിലുള്ള ഒത്തുകളി കാരണം ഉൽപാദനവും വിൽപ്പനയും റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും സർക്കാരിന് എപ്പോഴും പണം നഷ്ടപ്പെടുകയാണ് പതിവ്. പിന്നെ ഈ ഷോപ്പുകൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം വൃത്തിഹീനമാണ്. സ്ത്രീകൾക്കോ ഫോറിൻ ടൂറിസ്റ്റുകൾക്കോ ഈ സ്ഥലത്ത് നിന്ന് മദ്യം മേടിച്ച് കഴിക്കാനായിട്ട് പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇത്രയും മോശമായ ഒരവസ്ഥയിൽ കിടന്ന ഡൽഹി ലിക്കർ ഷോപ്പുകൾ നവീകരിക്കുവാനും അതിന്റെ മുഖച്ഛായ തന്നെ മാറ്റാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പഴയ ലിക്കർ പോളിസി വേണ്ട എന്ന് വെച്ച് പുതിയൊരു പോളിസിയുമായി ഡൽഹി ഗവൺമെന്റ് വന്നത്. പുതിയ മദ്യനയം സർക്കാർ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴി മദ്യം വിൽക്കുന്ന രീതി നിർത്തലാക്കുകയും അത് പൂർണ്ണമായും സ്വകാര്യ മേഖലയിലാക്കുകയും ചെയ്തു. പുതിയ മദ്യനയം വാറ്റ് എക്സൈസ് തീരുവകൾ കുറച്ചെങ്കിലും മുൻകൂർ അടയ്ക്കേണ്ട ലൈസൻസ് ഫീ ഒരുപാട് വർദ്ധിപ്പിച്ചു. ഡൽഹിയെ 32 സോണുകളായി വിഭജിക്കുകയും ഓരോ സോണിലും 27 കടകൾ വീതം നിശ്ചയിക്കുകയും ചെയ്തു. ഒരു സോണിൽ വിതരണക്കാരന് ഒരു വർഷത്തേക്ക് സോണൽ ലൈസൻസിനും റീറ്റെയിൽ ഷോപ്പ് ഉടമയ്ക്ക് റീറ്റെയിൽ ലൈസൻസിനും അപേക്ഷിക്കാം. രണ്ടും പരസ്യമായി പബ്ലിക്കായിട്ട് ഓപ്ഷൻ ചെയ്യും, പരസ്യമായി ലേലം ചെയ്യും. ഏറ്റവും കൂടുതൽ തുക ലേലം വിളിക്കുന്നയാൾക്ക് ലൈസൻസ് ലഭിക്കും. സോണൽ ലൈസൻസിന് ഏറ്റവും കുറഞ്ഞ ലൈസൻസ് ഫീ ഏകദേശം 220 കോടിയും റീറ്റെയിൽ ഷോപ്പിന് ഒരു 5 കോടിയുമാണ് നിശ്ചിതമാക്കി വെച്ചിരുന്നത്. ഇത് എല്ലാ വർഷവും മുൻകൂറായി നൽകണം. സോണൽ ലൈസൻസിന് ലേലത്തിന് അപേക്ഷിക്കുന്നവർ 30 കോടിയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സമർപ്പിച്ചിരിക്കണം. വിജയിക്കുന്ന ബിഡർ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും ഈ സെക്യൂരിറ്റി പണം തിരികെ നൽകും. പുതിയ പോളിസി വിതരണക്കാരനും ചില്ലറ വ്യാപാരിയും ആകാൻ ഒരു മാനുഫാക്ചററെ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. AC സഹിതം 500 സ്ക്വയർ ഫീറ്റ് അടിയുള്ള ഒരു നല്ല ഷോപ്പായിരിക്കണം ഒരു റീറ്റെയിൽ ഷോപ്പെന്ന് ഈ പുതിയ പോളിസി നിശ്ചയിച്ചിരുന്നു. പുതിയ പോളിസി വിതരണക്കാരുടെ പരമാവധി പ്രോഫിറ്റ് മാർജിൻ, ലാഭ മാർജിൻ നിശ്ചയിക്കുകയും ഉപഭോക്താക്കൾക്ക് ആഴത്തിലുള്ള ഡീപ്പ് ഡിസ്കൗണ്ട് അനുവദിക്കുകയും ചില്ലറ വ്യാപാരികളോട് MRPയിൽ താഴെ വിൽക്കുവാനുള്ള അവകാശവും കൊടുത്തിരുന്നു. ഇവയെല്ലാം വളരെ നല്ല പ്രോത്സാഹനജനകമായ ഒരു നയത്തിന്റെ പോയിന്റുകളാണെന്ന് കാണപ്പെടുന്നു അല്ലേ? പക്ഷേ ഈ പോളിസി ഇറക്കി 8 മാസങ്ങൾക്കകം ഈ പോളിസി പിൻവലിക്കാൻ ഡൽഹി ഗവൺമെന്റ് നിർബന്ധിതരാവുകയായിരുന്നു. എന്തായിരിക്കും കാരണം? വീണ്ടും പഴയ മദ്യനയം. മനീഷ് സിസോദിയ, ഡൽഹി ഉപമുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയുമായ പവർഫുള്ളായ മനീഷ് സിസോദിയയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ ഒരു സംഘം ക്യാബിനറ്റിൽ അവതരിപ്പിച്ച ശേഷം പുതിയ മദ്യനയം ആണ് ഗവർണർ അംഗീകാരത്തിന് വേണ്ടി അയച്ചു കൊടുത്തത്. ഗവർണർ അംഗീകാരം നൽകി. പക്ഷേ ഈ നയം നടപ്പാക്കിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കുറച്ച് മാറ്റങ്ങൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. താങ്കൾ ഒരു പുതിയ ഏരിയയിൽ ലിക്കർ ലൈസൻസ് നൽകുമ്പോൾ ആ ഏരിയയിലുള്ള MCD, DDA എന്നിവരിൽ നിന്ന് അനുമതി കൂടി ഒന്ന് വാങ്ങണമെന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയകളായ റിലീജിയസ് സൈറ്റ്സ്, പ്രൊഹിബിറ്റഡ് ഏരിയാസ്, റെസിഡൻഷ്യൽ ഏരിയകളിൽ കഴിയുന്നതും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം അദ്ദേഹം വെച്ചിരുന്നു. ഇവയെയും കൂടി ഉൾപ്പെടുത്തി പുതിയ മദ്യനയം ഡൽഹി ഗവൺമെന്റ് ഡൽഹിയിൽ നടപ്പിലാക്കി. എന്നാൽ പുതിയ നയം നടപ്പിലാക്കിയ ഉടൻ തന്നെ പല പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ചില കടകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന വൻ വിലക്കിഴിവ് മറ്റ് കടക്കാർക്ക് ഇതുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നതോടെ കടകൾ മൊത്തത്തിൽ അടച്ച് ലൈസൻസ് ഫീ തിരികെ ചോദിക്കാൻ ചില കടക്കാർ തുടങ്ങി. ഡൽഹിയിൽ മദ്യത്തിന് ക്ഷാമം നേരിടുന്ന ഒരു അവസ്ഥ വന്നു. വൻ അഴിമതിയും പ്രീണനവും ആരോപിച്ച് പ്രതിപക്ഷം വരെ രംഗത്തെത്തി. അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ പോലീസ് കമ്മീഷണർക്കും അണ്ണാ ഹസാരയ്ക്കും വരെ കത്തയച്ചു. ഡൽഹി സർക്കാരിന് വരുമാന നഷ്ടം വരെ അനുഭവപ്പെട്ടു തുടങ്ങി. ഈ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ഗവർണർ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറി റിപ്പോർട്ട്
ഡൽഹി സർക്കാരിനെ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് മനീഷ് സിസോദിയ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ലൈസൻസ് ഫീ എടുക്കാതെ കുറച്ച് വിതരണക്കാരുടെ ലൈസൻസ് കാലാവധി നീട്ടിക്കൊടുത്തുവെന്നും ക്യാബിനറ്റിന്റെയോ ഗവർണറുടെയോ അംഗീകാരം പോലും ഇല്ലാതെ ഏതാനും വിതരണക്കാരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കുടിശ്ശിക ഫീസായ 144 കോടി രൂപ എഴുതി തള്ളിയെന്നും ഒഴിവാക്കിയെന്നും ഒരു സക്സസ്ഫുൾ ബിഡറായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ 30 കോടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ക്യാബിനറ്റിന്റെയോ ഗവർണറുടെയോ അംഗീകാരം പോലും വാങ്ങാതെ തിരികെ നൽകിയെന്നും ക്യാബിനറ്റിന്റെയും ഗവർണറുടെയും അനുമതിയില്ലാതെ നേരത്തെ പോളിസി പ്രകാരം അംഗീകരിച്ചിരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മാർജിനായ 5% ഒരു അംഗീകാരവുമില്ലാതെ 12% വരെ നീട്ടിയെന്നും ഭൂരിഭാഗം നിർമ്മാതാക്കളും വിതരണക്കാരും ചില്ലറ വ്യാപാരികളും ഒരു കാർട്ടലായി മാറിക്കഴിഞ്ഞുവെന്നും അവരുടെ ഹ്യൂജ് ഡിസ്കൗണ്ടുകൾ വഴി ചെറുകിട കടക്കാർ ബിസിനസ്സിനെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തെന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യുന്നു. MCD, DDA എന്നിവയിൽ നിന്ന് അനുമതി വാങ്ങാതെ നിരവധി കടകൾ, ലിക്കർ ഷോപ്പുകൾ, പാർപ്പിടം സമുച്ചയങ്ങൾ, മത നിരോധിത മേഖലകൾ തുടങ്ങിയ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു വന്നു. ഇത് നാട്ടുകാരുടെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഗവർണർ CBI എൻക്വയറിക്ക് ഓർഡർ ചെയ്തു. വൈകാതെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും EDയും വന്നു ചേർന്നു. പിന്നെ അധികം താമസിയാതെ തന്നെ പയ്യെ ഡൽഹി ഗവൺമെന്റ് പുതിയ പോളിസിയെ വലിച്ച് കീറി ഇളഞ്ഞിട്ട് അനൗൺസ് ചെയ്തു, പഴയ പോളിസി വീണ്ടും പ്രാബല്യത്തിലാണേ എന്ന്. CBI ആൻഡ് EDയുടെ അന്വേഷണം തുടർന്നുകൊണ്ടുപോയി. കുറ്റപത്രവും അറസ്റ്റും. CBIയും EDയും കുറ്റപത്രത്തിൽ ഡൽഹി മുഖ്യമന്ത്രി മനീഷ് സിസോദിയ, ഇടനിലക്കാരൻ വിജയ് നായർ, പഴയ തെലങ്കാന ചീഫ് മിനിസ്റ്ററുടെ മകളായ കവിത തുടങ്ങിയ നിരവധി പേർക്കെതിരെ ഗൂഢാലോചന, അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി. നമുക്ക് അന്വേഷണ ഏജൻസിയുടെ പ്രധാന ആരോപണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയായിരുന്ന മകൾ കവിതയും കെജ്രിവാളിന്റെ പ്രധാന കൂട്ടാളിയായ വിജയ് നായരും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു കൂട്ടം ബിസിനസ്സുകാരിൽ നിന്ന് 100 കോടിയിലധികം പിരിച്ചെടുത്തു എന്നാണ് ആദ്യത്തെ ആരോപണം. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വ്യവസായികളെ മൊത്തത്തിൽ സൗത്ത് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. തങ്ങൾക്ക് അനുകൂലമായ മദ്യനയത്തിൽ പലതരം കൃത്രിമങ്ങൾ കാണിച്ച് സൗത്ത് ഗ്രൂപ്പിലെ ബിസിനസ്സുകാർ ഈ പണം ശേഖരിച്ചതെന്നും AIPക്ക് അത് നൽകിയെന്നും ഏതാണ്ട് 9ഓളം സോണുകളിൽ ഈ ഗ്രൂപ്പുകളുടെ ആളുകൾ മാത്രമാണ് വിതരണക്കാരായുള്ളതെന്നും ED അലിജ് ചെയ്യുന്നു. മനീഷ് സിസോദിയ പലരുടെയും 144 കോടി രൂപയോളം വരുന്ന കുടിശ്ശിക ഫീസ് എഴുതി തള്ളുകയും ക്യാബിനറ്റിന്റെ അംഗീകാരം പോലും ഇല്ലാതെ ഒരു ലേലക്കാരന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായ 30 കോടി തിരികെ നൽകുകയും ചെയ്തു. വിതരണക്കാരുടെ യഥാർത്ഥ ലാഭവിഹിതമായ 5% 12% വർദ്ധിപ്പിക്കാൻ ദക്ഷിണ ഗ്രൂപ്പും AIP മന്ത്രിമാരും തമ്മിൽ ധാരണയായിരുന്നെന്നും ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിലെയും ഗോവയിലെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായി ഈ വർദ്ധിച്ച 6% കള്ളപ്പണത്തിലൂടെ ആപ്പിന് തന്നെ തിരിച്ചു നൽകിയെന്നും ആണ് EDയുടെ ചാർജ് ഷീറ്റ് പറയുന്നത്. ലാഭവിഹിതത്തിലെ ഈ വർധന ക്യാബിനറ്റിൽ അവതരിപ്പിക്കുകയോ അംഗീകാരം മേടിക്കുകയോ ചെയ്തില്ല. മനീഷ് സിസോദിയ, ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രി, എക്സൈസ് മിനിസ്റ്ററാണ് ഇത് ചെയ്തത്. ഈ കേസിൽ മനീഷ് സിസോദിയ, വിജയ് നായർ, കവിത എന്നിവരെയും മറ്റു പലരും അറസ്റ്റിലായതിനു ശേഷം അനൗപചാരിക മാർഗങ്ങളിലൂടെ പണം ഞങ്ങൾ ഗോവയിലെ ആം ആദ്മി പാർട്ടിക്ക് കൈമാറിയതായി നിരവധി ബിസിനസ്സുകാർ സമ്മതിച്ചു. വിജയ് നായർക്കൊപ്പം കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തുകയോ വീഡിയോ കോൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്ന് പല വ്യവസായികളും സമ്മതിച്ചു. കവിതയ്ക്കൊപ്പം 100 കോടി പിരിച്ചെടുക്കാൻ കെജ്രിവാൾ വ്യക്തിപരമായി തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ പലരും വെളിപ്പെടുത്തി. അവസാനം അധികാരികൾ അവരുടെ വിരലുകൾ അഴിമതിയിലെ കിങ് പിന്നായ കെജ്രിവാളിലേക്ക് തന്നെ ചൂണ്ടി. കെജ്രിവാളിന്റെ അറസ്റ്റും ഇടക്കാല ജാമ്യവും. ആം ആദ്മി പാർട്ടിയുടെ ആത്യന്തികമായ തീരുമാനമെടുക്കുന്നയാൾ കെജ്രിവാൾ ആണെന്നും അഴിമതിയിലെ കിങ് പിൻ അദ്ദേഹമാണെന്നും അദ്ദേഹത്തിന്റെ അറിവില്ലാതെ ഈ അഴിമതി നടക്കില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് 10/5/2024 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ മുഴുവൻ പ്രക്രിയയിലും കെജ്രിവാളിന്റെ പങ്കാളിത്തം തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അയാളെ അറസ്റ്റ് ചെയ്ത് 1-2 വർഷം തടവിലാക്കിയാലും മനീഷ് സിസോദിയയെയും വിജയ് നായരെയും ബെയിലിയാടാക്കി കെജ്രിവാൾ തീർച്ചയായും പുറത്തു വരും. ഇതിനുള്ള കാരണങ്ങൾ പലതാണ്. അയാൾക്ക് നേരിട്ട് പണമൊന്നും ലഭിച്ചിട്ടില്ല. അഴിമതി നടത്താൻ ആരെയെങ്കിലും താൻ ചുമതലപ്പെടുത്തിയതായി തെളിയിക്കാൻ ശക്തമായ ഇലക്ട്രോണിക് തെരുവുകളൊന്നും ഹാജരാക്കാൻ EDക്ക് പറ്റാതെ വരും.
മനീഷ് സിസോദിയയ്ക്കും വിജയ് നായർക്കുമെതിരെ ധാരാളം തെളിവുകളുണ്ട്. ക്യാബിനറ്റ് പോലും അറിയാതെ മനീഷ് സിസോദിയ നടത്തിയ തീരുമാനങ്ങളുണ്ട്. രേഖകളിലെല്ലാം ഒപ്പുവച്ചിരിക്കുന്നത് സിസോദിയ മാത്രമാണ്. കാരണം കെജ്രിവാൾ ഒരു പോർട്ട്ഫോളിയോ പോലും ഹാൻഡിൽ ചെയ്യാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. ഒരു ഡോക്യുമെന്റിലും അദ്ദേഹം സൈൻ ചെയ്തിട്ടില്ല. ഈ മുഴുവൻ ഇടപാടുകളിലും വിജയ് നായർ, കവിത എന്നിവർക്ക് കെജ്രിവാളുമായി അഴിമതിയിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കെജ്രിവാൾ നിരപരാധിയാണെന്ന് വാദിക്കും. കൂടാതെ നല്ല തെളിവുകളില്ലാതെ നിഗമനം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറും ഇഡിക്ക്. ഡൽഹി സംസ്ഥാനത്തിന്റെ എക്സൈസ് ഉൾപ്പെടെയുള്ള ഒരു പോർട്ട്ഫോളിയോയും കെജ്രിവാൾ ഇക്കാലം അത്രയും കൈകാര്യം ചെയ്തിട്ടില്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ഈസിയായി അദ്ദേഹത്തിന് എളുപ്പമായി പുറത്തു വരാൻ സാധിക്കും. 2027ഓടെ BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളുമായിരിക്കുമെന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പാണ്. കെജ്രിവാൾ ഒരു രാഹുൽ ഗാന്ധിയല്ല. അദ്ദേഹത്തിന് എങ്ങനെ പിന്നോട്ട് പോകണമെന്നും എങ്ങനെ ഗർജിക്കണമെന്നും അറിയാം. കൂടാതെ ആളുകളിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും അവരെ പ്രേരിപ്പിക്കാനും നന്നായി അറിയാം. ഒരു നല്ല വാഗ്മിയും കൂടെയാണ് കെജ്രിവാൾ. 2027ഓടെ പ്രായമാകുന്ന മോഡിയും BJPയിലെ അധികാര പരിവർത്തനവും BJP വിരുദ്ധ ക്യാമ്പിന് കെജ്രിവാളിൽ ഒരു മുൻനിര മുഖം ഉയർത്താനുള്ള ഒരു സുവർണാവസരമായിരിക്കും. കൂടാതെ ന്യൂനപക്ഷ വോട്ടുകളുടെ അടിത്തറ അദ്ദേഹത്തിന് പിന്നിൽ ഉറപ്പിക്കുകയും എളുപ്പമായിരിക്കും. ഈ മാറ്റങ്ങളെല്ലാം ഭാരതത്തിന് ഗുണകരമാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വരാനിരിക്കുന്ന ദിനങ്ങൾ വളരെ നിർണായകമായതിനാൽ ഓരോ ദേശീയവാദിയും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് 5 seconds വ്യൂ ഓൺ ഡൽഹി മദ്യനയവും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും.